ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മോട്ടിവേഷൻ ആണ്. അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞു, സാറേ എക്സാം ഒക്കെ ഇങ്ങോട്ടേക്ക് വരികയാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനൊക്കെ വരുന്നു, അതേപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അതേപോലെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജ് നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു. അതേപോലെ തന്നെ കമന്റ് ബോക്സിലും വന്നു കുറേ പേര്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് തിരുവനന്തപുരവും അതേപോലെ തന്നെ ബാക്കിയുള്ള ജില്ലകൾ, ഏകദേശം 100 ദിവസത്തിൽ താഴെ മാത്രം എക്സാമിന് സമയമുള്ള ജില്ലക്കാരുടെ അടുത്ത് എനിക്കിനി പറയാനുള്ളത്, നമുക്ക് ദൈവമായിട്ട് കൊണ്ടുവച്ച കുറെ ചാൻസസ് ഉണ്ട്. അത് നമ്മൾ കളയാതെ നല്ല രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ മാറുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഇന്ന് ഈ എടുക്കുന്ന ഈ ഒരു തീരുമാനമായിരിക്കും നമ്മുടെ ലൈഫ് തന്നെ മാറാനായിട്ട് പോകുന്നത്. കാരണം നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളും നിങ്ങൾ എന്താണോ, എല്ലാവരും സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ആളുകളൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, അതും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചത് എന്താണോ അത് കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ റിവിഷൻ ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ വേണ്ടത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നത് അതും നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വർക്കൗട്ട് ചെയ്താൽ മതി. കാരണം ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഒത്തിരി ടെലഗ്രാം ചാനലിലൊക്കെ കാണുന്നതാണ്, ഒരു ദിവസം 5ഉം 6ഉം 7ഉം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെയാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്താലുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം നിങ്ങൾ ഇതെല്ലാം കണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ആ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ അടക്കും ചിട്ടയോടും കൂടി വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കാരണം എങ്കിൽ മാത്രമാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ മക്കളെ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്ര നീറ്റായിട്ട് ബേസ് ഒരിക്കലും കളയാതെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. അതായത് ആറ്റം കണ്ടുപിടിച്ചത് ആരാണ് എന്നറിയാതെയും, അതേപോലെ തന്നെ കേരളത്തിൽ ആകെ എത്ര ജില്ലകളുണ്ട്, ആ ജില്ലകളുടെ വലിപ്പം എത്ര, ഏറ്റവും വലുത് ഏതാണ്, അതേപോലെ തന്നെ പക്ഷേ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്, ഇതൊക്കെ പഠിക്കാതെ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് നമുക്ക് ബേസ് തെറ്റിച്ചിട്ട് നമ്മൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും നമുക്ക് അവിടെ ലഭിക്കുന്നില്ല. ഓക്കെ, അതേപോലെ കറണ്ട് അഫയേഴ്സ് ആണ് മറ്റൊരു ഏറ്റവും വലിയ കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം, ഇപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഹിസ്റ്ററി അതെന്താന്നുള്ളത് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താന്നുള്ളത് മനസ്സിലാക്കി മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ അവസാനം വരെ ജീവിക്കുക എന്നുള്ളതാണ്. റീസെന്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓൾഡ് ഏജ് ഹോമിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറെ അച്ഛനെയും അമ്മമാരെയും എല്ലാവരെയും കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ചെയ്ത്, അതായത് ഒരു അമ്മൂമ്മയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞ കാര്യമാണ്, മറ്റൊന്നുമല്ല, അതായത് അവരുടെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും മോനെ അവരെന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയേ എന്ന് വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് ഞാനിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അപ്പോൾ ഒന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഗവൺമെന്റ് ജോലിയും അതേപോലെ തന്നെ അവർക്ക് ഒരു സ്ഥിരമായിട്ടൊരു പെൻഷനും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ വന്ന് നിൽക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് വരത്തില്ലായിരുന്നു. സ്വന്തം വീട്ടിൽ തന്നെ അത്രയും നാളും ജീവിച്ച് അത്രയും നാൾ അവിടെ കഴിഞ്ഞ അവരുണ്ടാക്കിയ ആ വീട്ടിൽ തന്നെ അവസാന നാൾ വരെയും 6 അടി മണ്ണില് തീരുന്നത് വരെയും അവിടെ തന്നെ താമസിക്കാൻ പറ്റുമായിരുന്നു. അവർക്കൊരു വ്യക്തമായിട്ടൊരു സാലറി അല്ലെങ്കിൽ ഈ പറയുന്ന പെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അവരൊരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. കാലം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ദിവസവും വരുന്ന അല്ലെങ്കിൽ ഓരോ ജനറേഷന്റെയും നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
കാശ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ട് ഒരു FDO അല്ലെങ്കിൽ എന്താ പറയുക ഈ പറയുന്ന കാശോ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വരും തലമുറ നമ്മളെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പോലും നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അത്രത്തോളം എന്താണ് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കാണ് ഓരോ ജനറേഷനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സേഫ് ആവുകയാണ് മക്കളെ ഈ ഒരു ജോലി കിട്ടുന്നതുകൊണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇനി ഏകദേശം 100-ൽ താഴെയുള്ള ദിവസങ്ങൾ, ആ 100-ൽ താഴെയുള്ള ദിവസങ്ങൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എന്താണോ, അതായത് നിങ്ങൾ എന്താണോ അങ്ങോട്ടേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും അടുത്ത 2025 LDC ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മളെ കളിയാക്കാനും പുച്ഛിക്കാനും അതേപോലെ തന്നെ എന്താണ് തള്ളിപ്പറയാനുമായിരിക്കും ആളുകളെല്ലാം ഉള്ളാവുക. ഒരാൾ പോലും നമ്മുടെ അടുത്ത് ഒരു നല്ല വാക്ക് പറയാനോ നിനക്കിത് കിട്ടും, നീ നന്നായിട്ട് പഠിച്ചാൽ മതി, നിന്നെ കൊണ്ട് അത് പറ്റും എന്ന് പറയാനാണ് ആർക്കും പറ്റാത്തത്. അത് നിങ്ങൾക്ക് 100% സിൻസിയർ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ആ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ കറണ്ട് അഫയേഴ്സ് പക്ക സെറ്റ് ചെയ്ത് പോവുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഒരു ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് മതി നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ മക്കളെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം, നമ്മൾ ഇഷ്ടപ്പെട്ട ജീവിതം നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ജോലി എന്ന് പറയുന്നത്. ആ ജോലി കൊണ്ട് നിങ്ങളുടെ ലൈഫ് മൊത്തം മാറുമെങ്കിൽ, ഈ 50 അല്ലെങ്കിൽ ഈ 100 ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് മാറുമെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് തയ്യാറായിക്കൂടെ? ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് പറ്റുന്ന കാലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ മാത്രമാണ് നിങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടാകത്തുള്ളൂ. ഇത് കഴിഞ്ഞൊരു സ്റ്റേജ് നമുക്കും ഇതേപോലെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്ന അതേപോലത്തെ ഒരു സ്റ്റേജും നമുക്കും വരും. അന്ന് നമുക്ക് നമ്മുടേതായുള്ള ലൈഫിൽ അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊരു സാധനം വാങ്ങണം, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്ത് കൈ നീട്ടേണ്ട അവസ്ഥയിലേക്ക് പോകാതെ നമുക്ക് നമ്മുടേതായിട്ട് ഒരു വ്യക്തമായിട്ടൊരു പൈസ നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ അതിനാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. കുറെ പ്രഷർ ആയിക്കോട്ടെ, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ത്യജിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഒന്ന് ചീഞ്ഞാലാണ് മറ്റൊന്നിന് വളമാവത്തുള്ളൂ എന്ന്. കുറെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് വേണ്ടി എല്ലാം തന്നെ മാറ്റി വയ്ക്കുക. പക്ഷെ ഇതെല്ലാം മാറ്റി വെച്ച് കഴിയുമ്പോൾ കുറെയൊക്കെ പ്രയാസങ്ങൾ, കാരണം വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഒത്തിരി പ്രയാസങ്ങൾ. അതായത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പലരും ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുന്ന PG അതേപോലെ തന്നെ MPhil അതേപോലെ തന്നെ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളുകളാണ് അടുക്കളയിൽ 4 മുറികൾക്ക് അല്ലെങ്കിൽ 4 ചുമരുകൾക്കുള്ളിൽ എല്ലാ ആശകളും ആഗ്രഹങ്ങളും എല്ലാം അടക്കി അല്ലെങ്കിൽ അതെല്ലാം എന്നേക്കുമായി ഉപേക്ഷിച്ച് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു അടുക്കളയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നു? നമ്മുടെ ഐഡന്റിറ്റി ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, ഞാൻ ഒരിക്കലും ഇതൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, നമ്മുടെ ഐഡന്റിറ്റി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റുള്ളവർക്ക് വേണ്ടി പണയം വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം. അതിന് വേണ്ടത് ഒരു ജോലിയാണ്. ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ സമൂഹത്തിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ഒരു വില വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ശരി ഓക്കെ അത് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു മാത്രം കേട്ടുപോകുന്ന ആളുകൾ നിങ്ങളുടെ തീരുമാനത്തിനായി നിൽക്കുന്ന ഒരു ദിവസം അത് നിങ്ങൾ സ്വപ്നം കാണുക. ഞാൻ പറയുന്നത് മാത്രം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിസിഷൻ അവിടെ നടപ്പാക്കുന്ന ഒരു ദിവസം എന്നാണെന്നുള്ളത് നമ്മൾ തന്നെ സ്വപ്നം കാണുക. അതേപോലെ തന്നെ ഒരു തീരുമാനമെടുത്ത് അത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കല്യാണത്തിന്റെ കാര്യങ്ങളാണെങ്കിലും അതേപോലെ തന്നെ വീട്ടിൽ നമ്മുടെ മക്കളുടെയൊക്കെ ടൂറ് ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ സമ്മതം വാങ്ങിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല. സ്വാഭാവികമായിട്ടും ഒരു കുടുംബമൊക്കെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ 2 പേരുടെയും സാലറി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ അച്ഛൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് മാത്രം ചിലപ്പോൾ ടൂറൊക്കെ മിസ്സായി പോയപ്പോഴും കൊച്ച് ഭയങ്കര സങ്കടത്തോടുകൂടി നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു കാശ് ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്ന് കൊടുക്കാൻ പറ്റുന്ന
ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അതൊക്കെ. അപ്പൊ ഇങ്ങനെ ഒത്തിരി 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 സിറ്റുവേഷൻസ് നമ്മുടെ മുന്നിലൂടെയുണ്ട്. അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ വേണ്ടാന്ന് വെച്ചതും നമ്മൾ പോട്ടെ എന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും, നമ്മൾ സ്വപ്നം കണ്ട ആ ഒരു ജീവിതം നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു 100 ദിവസം കഴിഞ്ഞ് വരികയാണ് എന്നുള്ളത് മാത്രം മുന്നിൽ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. മക്കളെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഏകദേശം ഒരു 20ഓളം ചോദ്യ പേപ്പറുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനി ഒരു 10-18ഓളം ക്വസ്റ്റ്യൻ പേപ്പർ, 16ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി ഉണ്ട്. അത് ഞാൻ ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് തരും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അകത്തുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതായത് എനിക്ക് എഴുതാനായിട്ട് ബോർഡില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ തന്നെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് തരാം. അത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാം. അതായത് നമുക്കൊരു ജോലി എന്ന് പറയുന്നത് അത് കിട്ടുമ്പോഴുള്ള സന്തോഷവും, അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫ് നമ്മൾ മുഖേന അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഇപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ ആയി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.